ഈ മുസ്ലിം സമുദായത്തിൽ മദ്രസാധ്യാപകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ പലപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരാണ് ഈ മദ്രസാധ്യാപകരിൽ നല്ലൊരു ശതമാനവും. ഇപ്പോൾ കുറച്ച് പേരുടെ മക്കളൊക്കെ പടച്ചതമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട്, അല്ലാതെ ജമാഅത്തുകാരുടെയും മറ്റുള്ളവരുടെയും കാരുണ്യം കൊണ്ടല്ല, പടച്ചതമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് ചില കുട്ടികളൊക്കെ പോയി രക്ഷപ്പെട്ട് അവരെന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് അല്ലലും അലട്ടതുമില്ലാതെ മാന്യമായി കുറേ പേരൊക്കെ ജീവിക്കുന്നുണ്ട്. കുറച്ചാളുകളുടെയൊക്കെ ജീവിതം ഇപ്പോഴും വളരെ കഷ്ടമായ അവസ്ഥയിലാണ്. ഒരൊറ്റ മദ്രസാധ്യാപകൻ പോലും ഞാൻ വിചാരിക്കുന്നില്ല തൻ്റെ മക്കളെ മദ്രസാധ്യാപകനാക്കാൻ ആഗ്രഹിക്കുമെന്ന്. കാരണം അത്രമേൽ തികഞ്ഞ പരീക്ഷണമാണ് അവരുടെ ജീവിതം. വളരെ ചെറിയ ശമ്പളം എന്ന് മാത്രമല്ല, ആ ശമ്പളത്തിനകത്ത് നിന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഒത്തിരി. പിന്നെ ഇതെല്ലാം കൂടാതെ ഈ കമ്മിറ്റിക്കാരെ മുഴുവൻ പലയിടത്തും തൃപ്തിപ്പെടുത്തേണ്ട ഒരുപാട് ബാധ്യതകളുമുണ്ട്. പഴയ തലമുറയിൽപ്പെട്ട കുറേ ആളുകൾ അവരുടെ അടുത്തങ്ങും ആരും വലുതായിട്ടൊന്നും പറയാനും ചെയ്യാനും ഒന്നും പോകുന്നില്ല. അവരൊരു കർമ്മമെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സേവനമെന്നുള്ള നിലയിൽ അങ്ങനെ വന്ന് ചെയ്തു പോകുന്നു. നമ്മൾ കൈമടക്ക് കൊടുക്കുമ്പോഴും വലിയ ചെക്കുകൾ അയച്ചു കൊടുക്കുമ്പോഴുമെല്ലാം പേരിന് ശേഷം തങ്ങളുള്ളവർക്കോ ഔലിയ ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും നീട്ടിപ്പിടിച്ച പേരുകൾ, ആളുകളെ പേടിപ്പിക്കുന്നത് പോലെ ഹാ ഹൂ ഹൂ എന്നൊക്കെ ചേർത്ത പേരുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ കൊണ്ടു നടന്ന് കൊടുക്കും. ഈ പാവപ്പെട്ടവരെ ആരും ശ്രദ്ധിക്കാറില്ല. പറയുമ്പോൾ അവർ അധ്യാപകരാണ്, ഗുരുക്കന്മാരാണ്, അല്ലെങ്കിൽ ആദ്യാക്ഷരം പഠിപ്പിക്കുന്നവരാണ്, വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നവരാണ് ആ കൂട്ടരിൽ നല്ലൊരു ശതമാനം പേരും. എല്ലാത്തിലും കുഴപ്പക്കാരുള്ളതുപോലെ അതിലും ഉണ്ടാകാം. പക്ഷേ മഹാഭൂരിപക്ഷം പേർ വളരെ പ്രയാസത്തിൽ കഴിയുന്നവരാണ്. അവർക്ക് സേവനവേതന വ്യവസ്ഥകളൊന്നുമില്ല. ഇതെല്ലാം കൂടാതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇവർക്ക് കോടിക്കണക്കിന് രൂപ സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്ന ശുദ്ധ ഭോഷ്കത്തരം, ശുദ്ധ അസംബന്ധം അതും പല കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതോ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും ക്ഷേമനിധി ഉണ്ടാക്കിയതുപോലെ ഇവരുടെയും 50 രൂപയോ 30 രൂപയോ എങ്ങാണ്ട് പിടിച്ചൊരു ക്ഷേമനിധി ഉണ്ടാക്കി. ആ ക്ഷേമനിധിക്കകത്ത് എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഏതാണ്ടൊക്കെ ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കും. 58 വയസ്സോ 80 വയസ്സോ അല്ലെങ്കിൽ 85 വയസ്സിലോ പിരിഞ്ഞു കഴിയുമ്പോൾ 300 രൂപയും 200 രൂപയും 500 രൂപയും ഒക്കെ കിട്ടുന്ന കുറേ ആളുകളുണ്ടാവും. അത് ഈ ക്ഷേമനിധിയിൽ നിന്നുള്ള തുകയാണ്. അതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും പെൻഷൻ എന്ന് പറയുന്ന പദ്ധതിയുമായി വന്ന ഉമ്മൻചാണ്ടി സാറ് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടാണ് പോയത്. ഈ പറയുന്ന വിഭാഗത്തെ ഇങ്ങനെ ജീവിക്കുമ്പോഴും അത്രമേൽ അപമാനിക്കുകയും അസംബന്ധം പറയുകയുമാണ് ചെയ്യുന്നത്. ഇവർക്ക് പ്രത്യേകിച്ച് സേവനവേതന വ്യവസ്ഥകളൊന്നുമില്ല. ഇവരെ സർവീസിൽ നിന്ന് നീക്കുന്നത് നാളെ മുതൽ വരണ്ടെന്ന് പറയും. ചിലപ്പോൾ അവർ ക്ലാസ്സിൽ വരുമ്പോൾ വേറൊരാൾ തൊപ്പിയും ഇട്ട് ലേസും കെട്ടി അവിടെ നിൽക്കും. പിന്നെ ജമാഅത്ത് കമ്മിറ്റി നടത്തുന്ന എല്ലാ പരിപാടിയിലും അവർ മുന്നിലോ പിന്നിലോ എവിടെയെങ്കിലുമായി നിരന്ന് നിൽക്കണം. പിന്നെ മറ്റ് സാധാരണമല്ലാത്ത അസാധാരണമായ വരുമാനം വരുന്ന പട്ടികയിലൊന്നും ഇവരില്ല. നമ്മൾ സാധാരണ മരണം വരുമ്പോഴോ കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് പാലുകാച്ചൽ വരുമ്പോഴോ ഒക്കെ കൈമടക്ക് കൊടുക്കുന്നതിന് ഒരു ലിസ്റ്റുണ്ട്, ഇമാമ് മുഅദ്ദിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ലിസ്റ്റിലൊന്നും ഈ മദ്രസ അധ്യാപകർ വരികയുമില്ല. ഞാനിതൊക്കെ പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ജമാഅത്ത് ഏതാണെന്നും അറിയില്ല, സത്യമാണോ എന്നും അറിയില്ല. 1975 മുതൽ 2025 വരെ 50 വർഷത്തെ സേവനത്തിന് ശേഷം ഇബ്രാഹിം ഉസ്താദ് കുന്നുമ്മക്കര മദ്രസയിൽ നിന്നും പിരിയുന്നു. 12 ലക്ഷം ഹദിയ കൊടുത്ത് നെല്ലാച്ചേരി മഹല്ല് മാതൃകയായി. ഇതാണ് ആ വാർത്ത. ഈ 50 വർഷത്തെ സേവനത്തിന് 12 ലക്ഷം എന്നൊന്നും പറയുന്നത് ഒരു തുകയല്ല. എങ്കിൽ പോലും നമ്മൾ സാധാരണ പറയുമല്ലോ, ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കൊഞ്ചലെങ്കിലും ഉള്ളതെന്ന്. ഇത്രയെങ്കിലും ചെയ്തത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഈ 12 ലക്ഷം രൂപ പിരിക്കുന്നതിന് അവർ ഒരുപാട് പാടുപെട്ട് കാണും. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഈ 50 വർഷത്തിനിടയിൽ ആ മഹല്ലിലുണ്ടായിട്ടുള്ള സാമ്പത്തികമായ പുരോഗതിയുടെ തോതിൻ്റെ 1% കൊടുക്കുന്നതെങ്കിൽ 120 കോടി രൂപയെങ്കിലും വരും. പുള്ളിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി സമാഹരിച്ചാൽ പോലും. പക്ഷേ ഇതെന്തായാലും 12 ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തു. എന്നാൽ നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞു വിടുമ്പോൾ കണ്ണും തുടച്ച് ഇറങ്ങിപ്പോകുന്ന കുറേ മദ്രസാധ്യാപകർ ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട്. അവരൊന്നും എങ്ങും വരില്ല. ഈ പറയുന്ന ആ ജമാഅത്തിലെയോ മഹല്ലിലെയോ കല്യാണങ്ങളോ മറ്റുള്ളതോ ഒക്കെ പൊടി പൊടിക്കുമ്പോൾ ഒരു മനുഷ്യനും വരില്ല. കുറഞ്ഞ പക്ഷം ആഡംബര കല്യാണങ്ങൾക്കെങ്കിലും ഒരു 10,000-15,000 രൂപ ഈ മദ്രസ ഫണ്ടിലേക്ക് വാങ്ങി ഈ ഉസ്താദന്മാർക്ക് അതിലേറ്റവും ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ ഈ ജമാഅത്ത് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പോരാടേണ്ടത് മോഡിക്കെതിരെയും
കേന്ദ്ര സർക്കാരിനെതിരെയും RSSനെതിരെയും മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ഇതുപോലെ തിരിച്ചറിവില്ലാത്ത ചില കാര്യങ്ങളിലൂടെ കണ്ണടച്ച് കടന്നു പോകുന്ന കാര്യങ്ങളിലും കണ്ണു തുറക്കാനും നമ്മുടെ നെഫ്സിനോട് തന്നെ, നമ്മുടെ ആത്മാവിനോട് തന്നെ പോരാടാനും തയ്യാറായി മതിയാവും. അത് നീതിയാണ്. ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചും നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും.